സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഷാഫിക്ക ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ ഷാഫിക്കിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് റീല് സംസാരിക്കണമെന്ന് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വിചാരിച്ചു. പക്ഷേ എനിക്ക് തോന്നി അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള സാധനം. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഷാഫിക്ക നമ്മളൊരു എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്നെ ഒരു ബ്രദർലി ആയിട്ട് അങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യത്തിനും എത്രയോ കാലം ഞാൻ അദ്ദേഹത്തിന് വീട്ടിൽ താമസിച്ചിട്ടൊക്കെ ഉള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് വീട്ടിലെ സ്റ്റുഡിയോയിലെ ഒക്കെ അതിൻ്റെ പണിപ്പുരയിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഷാഫിക്കിൻ്റെ കുറേ നല്ല മുഹൂർത്തങ്ങൾ, ഷാഫിക്കിൻ്റെ പച്ചയായ ജീവിതം, ഈ മോഡിഫൈ ഒന്നുമില്ലാത്തൊരു ജീവിതം ഞാൻ കണ്ടൊരു മനുഷ്യനാണ്. ഷാഫിക്ക് ഇങ്ങനെ ഒരുങ്ങി മാറ്റി ഇങ്ങനെ സെറ്റപ്പായിട്ട് ഇങ്ങനെ കോളേജുകളിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ട് പറഞ്ഞു, AI വീഡിയോ ആണ് ഷാഫിക്കിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മോഡൽ ഡ്രസ്സുകൾ. അപ്പോൾ എന്നോട് പറഞ്ഞു ആൾക്ക് നല്ല കോസ്റ്റ്ലി ഡ്രസ്സാണല്ലോ ഇടുകയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഷാഫിക്ക ഞാൻ കുന്നംകുളത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരു ദിവസം വന്ന്, അപ്പോൾ എൻ്റെ സ്റ്റാഫ് അവിടെയുള്ള എല്ലാവരും തന്നെ ആരും വീട്ടിൽ പോകുന്നില്ല. എല്ലാവർക്കും 5 മണിയാകുമ്പോൾ പോകണം, 5:10 ബസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന പല ആൾക്കാരും ഉണ്ട്. പക്ഷേ ഷാഫിക്ക വരുന്നുണ്ട് എന്ന് അറിഞ്ഞ പാടെ ആരും വീട്ടിലേക്ക് പോകുന്നില്ല, അവിടെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഷാഫിക്ക കുറച്ച് ലേറ്റായി, ഒരു അരമണിക്കൂർ ലേറ്റായിട്ട് ഷാഫിക്ക എത്തുകയും ഷാഫിക്കൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക്, ഞാൻ ഒരു ഒപ്റ്റോമിസ്റ്റാണ്, ആ സ്ഥലത്തേക്ക് എൻ്റെ ഷാഫിക്ക ഇങ്ങനെ അങ്ങോട്ട് വരികയാണ്. അതൊരു ഭയങ്കര മുഹൂർത്തേന്. അങ്ങനെ പല സ്ഥലങ്ങളിലും വന്നിട്ടോ എൻ്റെ പാവം എനിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പല പ്രശ്നങ്ങളും എനിക്ക് സോൾവ് ചെയ്ത്, അങ്ങനെയൊക്കെ കുറേ ആത്മബന്ധമുള്ള അവളാണ്. വലിയ ഈ വൃത്തികെട്ട പ്രശ്നങ്ങളല്ല കേട്ടോ, മാന്യമായിട്ടുള്ള അങ്ങനത്തെ കുറേ ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ ഷാഫിക്ക അന്ന് വന്നൊരു കോസ്റ്റ്യൂം ഞാനിങ്ങനെ ആലോചിച്ചേക്കാം. ഷാഫിക്ക ഒരു കൈലിമുണ്ടും ഒരു ബനിയനൊക്കെ ഇട്ടിട്ട് കുന്നംകുളത്തേക്ക് വരണ്ടായി. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച്, ആള് വൈൻ സെറ്റപ്പിലെ പുറത്തിറങ്ങുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ കൊയിലാണ്ടിയിലേക്കൊന്ന് ചെല്ല്, ഞങ്ങളെ മോന് കലാഭവൻ മണിൻ്റെ സ്റ്റൈലിൽ ജീവിക്കുന്ന ഒരാളാണ്. അവിടെ നാട്ടുമ്പുറത്തുള്ളവരോട് ചോദിച്ചാൽ മതി, ഉപ്പിലിട്ട് കണ്ടാൽ ഒരു കൈലിമുണ്ട് കൊടുത്ത് ഏതെങ്കിലും ഒരു വണ്ടിക്ക് കൈ കാണിച്ച് ഇന്നൊന്ന് അടർക്കി തരുമോ എന്ന് ചോദിക്കാൻ ഒരു മടിയില്ലാത്ത മനുഷ്യനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എന്നും സാധാരണക്കാരനാണ്. സാധാരണക്കാരുടെ ഇടയിൽ ഒരു സ്റ്റാർ ആക്കിയിട്ട് നമ്മൾ 90s വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. നമ്മൾ 90s ആളുകൾക്ക് ഒരു മെമ്മറബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു മുതലാണ് ഞങ്ങളെ പ്രിയപ്പെട്ട ഷാഫിക്കിനെ കുറിച്ച് പറഞ്ഞാലൊന്നും തീരൂല, ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം വലിച്ചു കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പലരും എനിക്ക് പല വീഡിയോസും ഇങ്ങനെ അയച്ചു തരുമ്പോൾ നമുക്കൊരു ഉൾപ്പുളകാണ്. അപ്പോൾ ഷാഫിക്ക് വെൽ ഡ്രസ്ഡ് ആയിട്ട് ഇട്ട് പോകേണ്ട സ്ഥലത്ത് അദ്ദേഹം അങ്ങനെ തന്നെ പോകും. അല്ലാത്ത സ്ഥലങ്ങളിൽ വെൽ ഡ്രസ്സ്, രാവിലെ തന്നെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് ഒരു ജീൻസും ഒരു വെൽ സെറ്റപ്പിൽ ഇങ്ങനെ പുറത്തിറങ്ങുന്ന ആളൊന്നുമല്ല. വളരെ നാച്ചുറലായിട്ട് കലാഭവനിൻ്റെ സ്റ്റൈലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നെ പച്ചക്ക് ചീത്തറണ വ്യക്തിയാണ് കേട്ടോ, അത് വേറെ കാര്യം. അധികാരവും അവകാശവും കൊടുത്തിട്ടുള്ള ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ളൊരു വ്യക്തി.